ഒരു ടീസറിന് 2 മിനിറ്റോ? സാധാരണ ഒരു ടീസറൊക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അവസാനിക്കുന്നതാണ്, ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 മിനിറ്റിൽ ടീസർ അവസാനിക്കും. ചില സ്പെഷ്യൽ സിനിമകൾക്കേ ഉള്ളൂ ഈ ലെങ്തി ടീസറുകൾ നമുക്ക് മുന്നിലേക്ക് എത്തി വിസ്മയം തീർക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സിനിമകൾക്ക് അത്രയും വലിയൊരു ടീസർ അത്യാവശ്യവുമാണ്. കാരണം അത്രമേൽ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു മലയാള സിനിമയിലെ ഒരു ടീസറിന് 2 മിനിറ്റ് ദൈർഘ്യം എന്ന് പറയുമ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞെട്ടിച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ പൃഥ്വിരാജ് തന്നെ. പൃഥ്വിരാജ് തന്നെയാണ് ഇങ്ങനൊരു കാര്യം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ വരുന്ന കാര്യമൊക്കെ നമുക്ക് നന്നേ അറിയാം. കാരണം ഒരു സർപ്രൈസ് പോലെ നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ ആ ചിത്രത്തിന്റെ ടീസർ എത്താനുള്ള സാധ്യത നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ സൂചനകളായി എത്തിയിരുന്നു. ഇപ്പോഴിതാ അതിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. എമ്പുരാൻ ടീസറിന്റെ ഫൈനൽ മ്യൂസിക് തന്നെ 2 മിനിറ്റിന് മുകളിലുണ്ട്. ഈ 2 മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം സന്തോഷത്തിലാണ്. അവർ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നതും. എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റിനും ആരാധകർക്കിടയിൽ നിന്ന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ എമ്പുരാന്റെ ടീസർ ഉടൻ ഉണ്ടാകുമെന്ന് സൂചന നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ടീസർ മ്യൂസിക് പ്ലേ ചെയ്യുന്നതിന്റെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജ് പങ്കുവച്ചിരിക്കുന്നത്. ഇതോടെ ടീസർ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷ ആരാധകരും പങ്കുവയ്ക്കുന്നുണ്ട്. പൃഥ്വി പങ്കുവച്ച ചിത്രത്തിലെ മ്യൂസിക്കിന്റെ ദൈർഘ്യം 2 മിനിറ്റും 10 സെക്കൻഡും എന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല മ്യൂസിക് 21 സെക്കൻഡോളം പ്ലേ ചെയ്തിരിക്കുന്നതായും കാണാം. ഇതിൽ നിന്നും ടീസറിന് 2 മിനിറ്റിലധികം ദൈർഘ്യം ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് പലരും എത്തിയിരിക്കുന്നത്. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സ്വീക്വലുമാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ടീസർ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്നാൽ പ്രേക്ഷകരെ അത്ര കണ്ട് സന്തോഷിപ്പിക്കാത്ത ചില വാർത്തകൾ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. മോഹൻലാലിന്റെ വരാൻ പോകുന്ന തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പലരും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചില സൂചനകളും പല മൂവി അനലിസ്റ്റുകളും പങ്കുവച്ചത് സാധാരണ പ്രേക്ഷകർക്ക് വലിയൊരു തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ മാറ്റി നിർത്തുമ്പോൾ എമ്പുരാൻ എന്ന സിനിമയെ ഇറക്കിവിടാനാണ് അവരെല്ലാവരും പറയുന്നത്. അതിന്റെ ഭാഗമായി എമ്പുരാൻ ടീസർ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ആശങ്കകളും പ്രകടിപ്പിക്കുന്നുണ്ട് തുടരും എന്ന സിനിമയെക്കുറിച്ച് തന്നെ. കാരണം തുടരും എന്ന സിനിമ ജനുവരി അവസാനം ഇറങ്ങാൻ വേണ്ടിയാണല്ലോ ഇരുന്നത്. ജനുവരി 30 റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നത്. കൂടാതെ ഇപ്പോൾ വരുന്ന സൂചനകൾ പറയുന്നത് ജനുവരിയിൽ നിന്നും മാറ്റി ഫെബ്രുവരി ആദ്യമൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെയും തന്നിട്ടില്ല. റിലീസ് മാറ്റിവെച്ച കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല എന്നതുകൂടി ഓർക്കണം. എന്നിരുന്നാലും തുടരും എന്ന ചിത്രത്തിന്റെയും ടീസർ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നുണ്ട്. അതും ഈ മാസം 25 പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. എമ്പുരാന്റെ ടീസർ ചിലപ്പോൾ 25 26 ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. തുടരും എന്ന ചിത്രവും 25 ടീസർ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അന്നറിയാൻ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും. എന്നിരുന്നാലും പ്രേക്ഷകർ ഒരു കാര്യം പറയുന്നുണ്ട്. അടുത്ത മാസം ലാസ്റ്റ് നൊയമ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സിനിമ ഇറക്കിയാൽ പ്രേക്ഷകർ കുറയും എന്ന രീതിയിൽ. അതും കൂടെ നോക്കിയിട്ട് വേണം തരുൺമൂർത്തിയും ചിത്രത്തിന്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഒക്കെ ചിത്രത്തിന്റെ ഡേറ്റ് കറക്റ്റായി ഫിക്സ് ചെയ്യാൻ എന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നുണ്ട്. അവരെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് സ്ലോട്ട് കിട്ടിയില്ലെങ്കിൽ എമ്പുരാൻ കഴിഞ്ഞിട്ട് മതി തുടരും എന്ന സിനിമയുടെ റിലീസ് എന്നുകൂടി അവർ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയും ചില കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. ഇതുകൂടി തരുൺമൂർത്തിയും ചിത്രത്തിന്റെ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ശ്രദ്ധിക്കണമെന്നുകൂടി നമ്മൾ പറയുകയാണ്.